നിങ്ങളെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ആ പറഞ്ഞ ബാങ്കുകളൊക്കെ നീല ഇതിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ 5 മേജർ ബാങ്ക്സ്, മറ്റേത് അൺസർട്ടൺ ബാങ്ക്സ് ആണ്. അതിനകത്ത് ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 73, 63, 62, 74 താഴെ വരുമ്പോൾ ഈ ബാങ്കുകളുടെയൊക്കെ 80% കൂടുതലാണ്, 90 ഒക്കെ ആവും. അതായത് ഗവൺമെൻറ് ഇത് എപ്പോൾ വേണേലും വിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്നർത്ഥം. അതിലേക്ക് ദെൻ 2 അവരുടെ സൈസ് വെച്ചിട്ടുള്ള റാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് 2, ബാങ്ക് ഓഫ് ബറോഡ 3, 4, 5 അങ്ങനെ അവരുടെ സൈസിൻ്റെ റാങ്കും പോകുന്നു. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കുക, ബ്രാഞ്ചസ് ഇൻ കേരള. നമ്മൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്, 420 ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് വൺ കാനറ ബാങ്കാണ്, 319 ഉണ്ട്. ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ തേർഡ് 260, ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് 225, ആൻഡ് ഇന്ത്യൻ ബാങ്ക് 165. അങ്ങനെ പോകും താഴെ. നമുക്ക് ആദ്യത്തെ 5 അറിയുക എന്നുള്ളതാണ് അതിനകത്ത്. ഇത് നേരെ പറിച്ച് തമിഴ്നാടാവുമ്പോൾ കാനറ ബാങ്കും കൂടും. ഇന്ത്യൻ ബാങ്ക് തമിഴ്നാടിൻ്റെ ഹെഡ് ക്വാർട്ടറാണ്. സോ അവിടെ അവരുടെ ബ്രാഞ്ചസ് കൂടും. അതാണ് അപ്പോൾ അവർ പ്രിഫറൻസ് വെക്കുന്നത് കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞിട്ട് കാനറ ബാങ്ക് എന്നുള്ളതിലേക്കായിരിക്കും. നമുക്കിനി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ലളിതമായി പറഞ്ഞാൽ ഇതാണ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ഭാവിയും കൂടെ നോക്കുക, ഇപ്പോഴത്തെ കാര്യങ്ങളല്ല വേണ്ടത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പ്രിഫറൻസ് ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വർഷത്തെ വേക്കൻസി അനുസരിച്ച് ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടെ ഒക്കെ നോക്കിയിട്ട് ഫ്യൂച്ചർ മെർജറും ഒക്കെ നോക്കി ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം. എങ്ങനെ കേരളത്തിലുള്ളവർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് ബാങ്കിനാണ് വേക്കൻസി അല്ല അവിടുത്തെ കാര്യം, ഏത് ബാങ്കിനാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കേണ്ടത്. 11 വരെ ഒരു വിഷയമല്ല, ബാക്കിയുള്ളത്. ഫസ്റ്റ് വൺ 1500 വേക്കൻസി ആയിട്ട് കാനറ ബാങ്ക് വരുന്നുണ്ട്. ഓർക്കുക, കാനറ ബാങ്ക് ഭാവിയിൽ വരുന്ന മേജർ ബാങ്കാണ്, അത് ഓർക്കുക. സോ കേരളത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്നത് കാനറ ബാങ്കാണ്. അതുകൊണ്ട് നമ്മൾ കാനറ ബാങ്ക് ഫസ്റ്റ് കൊടുക്കുന്നു. രണ്ടാമതിലേക്ക് വരുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് വേക്കൻസി ഉണ്ട് 1900 ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ മേജർ ഒരു ബാങ്കുമാണ്. നിങ്ങൾ കണ്ടു ഫ്യൂച്ചർ ഇത് വരുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയാണ്. കേരളത്തിൽ 200 ഇഷ്ടത്തിൽ കൂടുതൽ വേക്കൻസി ബ്രാഞ്ചസും ഉണ്ട്. സോ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് കൂടുന്നു. അതിലേക്ക് മൂന്നാമതിലേക്ക് വരുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിങ്ങൾക്കറിയാം, ഞാൻ ഫ്യൂച്ചർ മെർജർ കാണിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റവും വലിയൊരു ബാങ്കായിട്ട് വരും. 4 ബാങ്കുകളിൽ ഒന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുകൊണ്ട് നമ്മൾ 3 ഇവിടെ കൊടുക്കുന്നു. 4 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഭാവിയിൽ മെർജ് ചെയ്ത് കാനറയിലേക്ക് പോകും. എന്നാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബ്രാഞ്ചസ് ഉള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് നമ്മൾ 4ാമത് കൊടുക്കുന്നു. 5 ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക് താരതമ്യേന 200 പോലും ബ്രാഞ്ചസ് കേരളത്തിലില്ല. കിട്ടിയാൽ കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് ഏകദേശം 80-20 ആണ്. കാരണം കിട്ടിയാൽ കൂടുതൽ തമിഴ്നാട്ടിലായിരിക്കും വേക്കൻസി ഉള്ളത്. ഈ കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് താരതമ്യേന കുറവാണ്, കിട്ടാം അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ 5 കൊടുക്കുന്നു. ഓർക്കുക, നമ്മൾ മേജർ 5 ബാങ്കുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ വേണം ഈ പ്രാവശ്യം ഇത് കൊടുക്കാൻ. കാരണം ഇത് 2 നോട്ട് റിപ്പോർട്ടറാണ്. നോട്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ 0 അല്ല, അവർ റിപ്പോർട്ട് ചെയ്യും. കാരണം ഇന്ത്യൻ ബാങ്കിനെ പോലൊരു ബാങ്ക് നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. കൂടുതൽ തമിഴ്നാട്ടിലാണെന്നേ ഉള്ളൂ. ഓൾ ഇന്ത്യയാണ് വേക്കൻസി എങ്കിലും അതിനകത്ത്. ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും നല്ലപോലെ റിപ്പോർട്ട് ചെയ്യും. ഈ വേക്കൻസികളൊക്കെ മാറും അതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേക്കൻസി, നിങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾ വേക്കൻസി ഉള്ളത് ആദ്യം കൊടുക്കുന്നു, പിന്നെ നോട്ട് റിപ്പോർട്ടഡ്, പിന്നെ 0. അങ്ങനെയല്ല, ഇവർ നോട്ട് റിപ്പോർട്ടർ ആണെങ്കിലും ഇവർക്ക് കൊടുക്കുക. ഇവരാണ് മുൻഗണന കൊടുക്കേണ്ടത്. യൂണിയൻ ബാങ്ക് നാളെ മെർജ് ചെയ്താലും അത് കാനറ ബാങ്കിലേക്കേ പോകത്തുള്ളൂ. അതുപോലെയാണ് ഇന്ത്യൻ ബാങ്കും അതിലേക്ക്. സോ നമുക്ക് നിങ്ങളുടെ ഭാവിയും സുരക്ഷിതമാവും. ദെൻ നിങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും അടുത്ത വലിയ ബാങ്ക്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് 6ാമത് കൊടുക്കുമ്പോൾ അതിനകത്ത്. ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 7ാമത് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കുക, 1100 വേക്കൻസി ഉണ്ടെങ്കിലും കേരളത്തിൽ ആകെ ബ്രാഞ്ചസ് ഉള്ളത് 30ആണ്. ഓർക്കുക. സോ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എത്ര ഉണ്ടെന്ന് ഓർക്കുക. നിങ്ങൾക്ക് കിട്ടാം. 1100 വേക്കൻസി ഉണ്ടാകും. പക്ഷേ ഈ 1100 വേക്കൻസിയും മഹാരാഷ്ട്ര ആ ബെൽറ്റിലായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ കിട്ടുമെന്നുള്ള ചാൻസ് തുലവും കുറവായിരിക്കും 7ാമത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും. ഈ കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ല. 8 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നു, 9, 10, 11 ഈ ഒരു ഇതിലാണ് കാര്യം. ബാക്കി നിങ്ങൾ ഞാൻ വേക്കൻസി ഉള്ളതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇവരൊക്കെ അൺസർട്ടൺ ബാങ്കുകളാണ്, വേറെ ബാങ്കുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വേണം ഈ പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഇനി 2 വർഷം കഴിഞ്ഞ് വരുന്ന മെർജർ ഉണ്ടെങ്കിൽ തന്നെ അതിനെയും പേടിക്കാതെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും. നിങ്ങളുടെ റാങ്ക്
നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ബാങ്ക് പ്രിഫറൻസ് എല്ലാം നോക്കി നിങ്ങൾക്ക് സുരക്ഷിതമായി പറ്റുവാണെങ്കിൽ കാനറ ബാങ്ക് തന്നെ കിട്ടും. അത് ഓർക്കുക. അത് കിട്ടിയാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണെന്ന് ഓർക്കുക. അപ്പോൾ ഈ പ്രിഫറൻസ് വെച്ച് ബാങ്ക് പ്രിഫറൻസ് വെക്കുക, നല്ലപോലെ അധ്വാനിക്കുക, ജീവിതത്തിൽ വിജയിക്കുക. പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം, നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ പൊരുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം നേരുന്നു. താങ്ക് യു.